ധനസുമോദ, ഇപ്പോൾ ഉമർ ഖാലിദിന് ജാമ്യമില്ല എന്നുള്ള പുതിയ വിവരമാണ് ലഭ്യമാകുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുകയാണ്. ആ തരത്തിലുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇതിന് കാരണമായി ഇവർ പറയുന്നത് ഈ ഒരു കാലാവധി മാറ്റുക എന്നുള്ളത്, അതായത് ഇവർ വിചാരണയില്ലാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു മതിയായ ഒരു കാരണമല്ല. മാത്രമല്ല, ഓരോ പ്രതികളുടെയും ഗുൽഷിഫ, ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് തുടങ്ങിയവരുടെ പ്രത്യേകം പരിശോധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇവർ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, വിചാരണ നടപടികൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ള ഡൽഹി പോലീസിന്റെ വാദങ്ങൾ ഡൽഹി ഹൈക്കോടതിക്ക് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതി കൂടി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജയിലിൽ തുടരേണ്ടി വരും. എന്തുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലും ജാമ്യം ലഭിക്കുന്നില്ല എന്നറിയേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നറിയാമോ? വ്യക്തമാണോ ധനസുമോദ? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി പകർപ്പ് ഇത് ലഭിച്ചാൽ മാത്രമാണ് ഇവർ ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള പോയിന്റുകളാണ് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിയൂ. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രാഥമികമായിട്ട് ഈ ഒരു വിധി പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ഓറലായിട്ടുള്ള വിധി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ വിധിന്യായം അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. ഒരാൾക്ക് ഈ അനന്തമായി ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ 5 വർഷമായിട്ടും വിചാരണ ഇല്ല എന്നുള്ളത് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാനുള്ള ഒരു കാരണമല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കി തന്നെയാണ് ഇപ്പോൾ ഉമർ ഖാലിദിനും സുഹൃത്തുക്കൾക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഉമർ ഖാലിദ് അടക്കമുള്ളവർ ഇനിയും ജയിലിൽ തുടരേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം നിരാശരാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിധിന്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ് പാർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശക്തമായ തെളിവുകൾ ഉണ്ട്, അതായത് ഉമർ ഖാലിദ് തുടങ്ങിയ ആൾക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ ഇവരിൽ ചിലർക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും മാത്രമാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്, ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ഗുൽഷിഫ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലിം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ 4 പേർക്ക് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. അതേസമയം ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം തുടങ്ങിയവർക്ക് മാത്രമാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഈ 2 പേർക്കുമെതിരെ, ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം നൽകാനാവില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ 6 പേരിൽ 4 പേർക്ക് ജാമ്യം നൽകിയിരിക്കുകയും 2 പേർക്ക് ജാമ്യം നിഷേധിക്കുകയുമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയും മുന്നോട്ട് വന്ന 6 പേർ, ഇവർക്ക് 6 പേർക്കെതിരെയും ഒരേ വകുപ്പുകൾ തന്നെയല്ലേ ധനസുമോദ ചുമത്തിയിട്ടുണ്ടായിരുന്നത്? പിന്നീട് എന്തുകൊണ്ട് 2 പേർക്ക് ജാമ്യം നിഷേധിക്കുകയും മറ്റ് 4 പേർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു? ഇതിൽ പ്രധാനമായും ഉമർ ഖാലിദിനെ കൂടാതെ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർക്ക് ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ഒരു പങ്കുണ്ട്. ഇവരുടെ ഈ വാക്കുകൾ, ഇവരുടെ പ്രസംഗങ്ങൾ വലിയ തരത്തിലുള്ള കലാപ ഗൂഢാലോചനയ്ക്ക് ഉള്ള തെളിവുകൾ തന്നെയാണ്. മാത്രമല്ല, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെ ഒരു പ്രസംഗം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്.